ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് വിചാരിക്കും. ഞാനാവണമെന്നില്ല, അതിനകത്തേക്ക് എൻ്റെ ബുദ്ധി മാത്രം വേണം, എൻ്റെ വിസ്ഡം മാത്രം വേണം, എൻ്റെ മനസ്സ് മാത്രം വേണം. പോസിബിളാണ്. ബുദ്ധി മാത്രം സൂക്ഷിച്ചു വെക്കണോ? അത് വെക്കാം. ചാവുമ്പോൾ അതുപോലെ എടുത്തിട്ട് ഡെഡ് ബോഡി അതുപോലെ സൂക്ഷിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് അതുപോലെ ഒരു ജന്മം നമ്മൾ കൊണ്ടുവരും. രസകരമായ ഒരു കൺസെപ്റ്റാന്ന് അറിയിച്ചു. അതെ, ജനനം തുടക്കവും മരണം അവസാനവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. ആ ധാരണയൊക്കെ മാറി ഇപ്പോൾ തന്നെ ഏകദേശം 500ഓളം മൃതദേഹങ്ങൾ നാളെ മരിച്ചാലും പുനർജനിക്കാനുള്ള ടെക്നോളജി കണ്ടെത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 200 ഡിഗ്രിക്ക് അടുത്തോളം നൈട്രജനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ ഉദ്ദേശം, ലക്ഷ്യം, ടെക്നോളജി, ഇതൊക്കെ നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ AVT പ്രീമിയം ടീ. ഒരു കാലം വരും, ചിലപ്പോൾ ഒരു 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം, അറിയില്ല എപ്പോഴാണ്. ആ ഒരു കാലത്ത് മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റാൻ പറ്റും. കാലനില്ലാത്ത കാലം എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു കവിത ഉണ്ടായിരുന്നു. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുടെ മുത്തച്ഛൻ മരിച്ചില്ല. മുത്തച്ഛൻ ഇരിക്കുന്നു. വീട്ടിൽ നിറച്ചും വയസ്സന്മാരാ. അങ്ങനെ ഒരു കാലം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല റിച്ച് ആയിട്ടുള്ളത്, അത്ര എല്ലാവരുടെ കയ്യിലും ഇത് കൊടുക്കാൻ 2 കോടി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരിൽ ഒരു 500 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1000 പേര് ക്യൂലുണ്ട്. അവർ ചെയ്യുന്നത് നൈട്രജൻ എന്ന് പറയുന്ന 196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജൻ, അതുകൊണ്ടാണ് ക്രയോ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ക്രയോണിക്സ് എന്നാണ്. അത് നമ്മുടെ ജീനുകളെ, നമ്മുടെ സെല്ലുകളെ അതുപോലെ തന്നെ നശിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് ഫ്രീസ് ചെയ്ത് കൊണ്ടുവെക്കും. നമ്മൾ ബ്ലഡ് കംപ്ലീറ്റ് മാറ്റും. ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഫുൾ മാറ്റിയിട്ട് ക്രിസ്റ്റൽ പോലെയാവും. ഒന്നുമില്ല, അതിന് ലൈഫേ ഇല്ല. അത് ആ ലൈഫില്ലാത്ത അവസ്ഥയിൽ അതിനെ സൂക്ഷിച്ചു വെച്ചാൽ ഒരു കാലത്ത് ഇതിന് തിരിച്ച് ലൈഫ് കൊടുക്കാൻ പറ്റിയാൽ, ഒരു കോൺഷ്യസ്നെസ് കൊടുക്കാൻ പറ്റിയാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണല്ലോ, എൻ്റെ ബുദ്ധി അതുപോലെ പകർത്താൻ പറ്റും. പകർത്തി ബാക്കപ്പ് എടുത്തിട്ട് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ കേടാവുന്നു, എന്ത് ചെയ്യും നമ്മൾ? കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ബാക്കപ്പ് എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ രണ്ടാമത് ബൂട്ട് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഉടനെ എല്ലാ സിസ്റ്റം അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് പോലെ എൻ്റെ ബുദ്ധിയും എൻ്റെ ബോധവും എൻ്റെ മനസ്സും എൻ്റെ വിസ്ഡവും എൻ്റെ എല്ലാ സംഭവങ്ങളും അതുപോലെ കോപ്പി ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാലം വന്നാൽ ഈ ശരീരം എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എൻ്റെ ശരീരം സൂക്ഷിച്ചു വെക്കണം. അല്ല, ഇവിടെ നമുക്കൊരു നമ്മൾ ഭാരതീയ ചിന്തയിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചപ്രാണനാണെന്ന് പറയുന്നത്. പ്രാണൻ, അധാനൻ, ബാക്കി 3 പേര് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ കേട്ടിട്ടുള്ളതാണ്. ഇത് നമ്മൾ മരിക്കുമ്പോൾ ഇത് സ്പ്ലിറ്റായി പോവുകയും ഇത് പിന്നീട് ഈ പഞ്ചപ്രാണൻ ഒരുമിച്ച് യോജിച്ച് ഒരാളിലെത്താതെ ഈ പഞ്ചപ്രാണനും മറ്റു പ്രാണനുകളുമായി യോജിച്ച് മറ്റു ശരീരങ്ങളിലേക്ക് ചേക്കേറി രക്തത്തിൽ അലിഞ്ഞ് സെമനിലൂടെ ഗർഭപാത്രത്തിൽ ഗർഭം കൊണ്ട് ആ ഗർഭപാത്രത്തിൽ അവിടേക്ക് എത്തുമ്പോൾ അതിലേക്ക് ഒരു കോൺഷ്യസ്നെസ് വരുന്നു. അത് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ജീവിതം. പ്രാണനപ്പുറത്തേക്കും ശരീരത്തിനപ്പുറത്തേക്കും ഒരു കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം ടെക്നോളജി ശരീരം സൂക്ഷിക്കുമ്പോൾ നാളെ ഈ ടെക്നോളജിയിൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തമാകുമ്പോൾ ഇതേ കോൺഷ്യസ്നെസ് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിന് കാര്യമുണ്ടോ? അല്ല, ഇത് മനുഷ്യന് മാത്രമല്ല, എല്ലാ മൃഗങ്ങൾക്കും, എല്ലാ ജീവികൾക്കും, പക്ഷിമൃഗാദികൾക്കും, ജീവജാലങ്ങൾക്കും, എല്ലാ കൃമികീടങ്ങൾക്കും പറക്കാൻ സാധിക്കുന്നതിനും 126 crores ഓഫ് വെറൈറ്റീസ് ഓരോന്നിലുണ്ടെന്ന് ഇങ്ങനെ പറയണത്. അതിലേറ്റവും ബോധമുള്ളൊരു ജീവിയാണ് മനുഷ്യൻ, തലക്കനമുള്ളവനാന്നൊക്കെയാണ് ധാരണ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരുണ്ടാക്കിയപ്പോൾ ബ്രഹ്മാവ് തന്നെ തൈഹി ക്ഷീണിച്ചു പോയി എന്നാണ് പറയുന്നത്. അത്രയും ഉണ്ടാക്കി. ഇവൻ എന്താ ഉണ്ടാവാൻ പോട്ടെന്ന് അറിയില്ല. അങ്ങനെ അവൻ്റെ ചിന്തകൾ വല്ലാണ്ട് പോകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവണം. അപ്പം നമ്മളിൽ മാത്രമല്ല, എല്ലാ ജീവികളിലും. അത് പഞ്ചപ്രാണനല്ല, ദശപ്രാണൻ, അർജുനപ്രാണൻ എന്നൊക്കെ പറയുന്നത്. പ്രാണാപാന വ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം രചാ വിപാത്മാ ഭൂയ. നമ്മുടെ ശുദ്ധികളിൽ ഏറ്റവും ശുദ്ധമാവേണ്ടത് നമ്മുടെ പ്രാണനാണ്. പ്രാണൻ, അപാനൻ, ഉദാനൻ, ഉപാനൻ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ടാണ്. പഞ്ചപ്രാണൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനും ക്ലീൻ ചെയ്യാനുള്ളതാണ്. അത് കൂടാതെ തന്നെ ഉള്ളതാണ് നമ്മുടെ ആത്മാവ്, ശുദ്ധി എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രാണൻ എന്ന് പറയുന്ന പ്രാണൻ. അതാണ് അവസാനത്തെ അർജുനപ്രാണൻ, നമ്മൾ ചത്തു പോകുമ്പോൾ പോകുന്നതൊക്കെ. അതിനു മുമ്പ് തന്നെ ആക്കണമെങ്കിൽ ഒരു പ്രാണൻ വേണം. പ്രാണൻ എന്ന് പറഞ്ഞാൽ വായുവിനെ അർത്ഥമുള്ളൂ. അത് ഉള്ളിൽ പോകുന്ന പ്രാണനൊന്ന്, പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയത്, ഓക്സിജൻ കൂടിയത്, അത് നമ്മളെ രക്തചംക്രമണത്തിന് ഉപയോഗിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ വേർപ്പുകൾ പുറത്തേക്ക് തള്ളാൻ, ഇതിനൊക്കെ എയറാണ്.
അതായത് ഉള്ളിലേക്ക് എടുക്കുന്ന എയറിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ ആവശ്യങ്ങൾക്കും റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് പലപ്പോഴും ചിലതേ നടക്കുള്ളൂ, ചിലപ്പോൾ നടക്കില്ല. ചിലത് ആവശ്യമുള്ള സമയത്തേ നടക്കുള്ളൂ. ഇപ്പം നമുക്ക് പിന്നെ ഛർദി വരണമെങ്കിൽ അതിനൊരു പ്രാണം വേണം. നമുക്ക് ആവശ്യമില്ലാത്ത ഫുഡിനെ പുറത്തേക്ക് തള്ളാനൊരു പ്രാണം വേണം. ഇത് ദഹിപ്പിക്കാനൊരു പ്രാണം വേണം. രക്തചംക്രമണത്തിനൊരു പ്രാണം വേണം. ഈ പ്രോസസ്സുകളൊക്കെ ശരീരത്തിൻ്റെതാണെന്നാണ് നമ്മുടെ ധാരണ. ആ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. അതിനുള്ളൊരു കോൺഷ്യസ്നെസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ഓരോ സെല്ലുകളിലുണ്ട്. ആ കോൺഷ്യസ്നെസ്സിനെ ഇങ്ങനെ അത് ആ സെല്ലുകളിലാണെന്നാണ് നമ്മുടെ ധാരണ. ഇന്നത്തെ സെൽ പാറ്റേണുകളിൽ വെച്ചിട്ട്, ബയോടെക്നോളജിയിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണിലുള്ള സെല്ലുകളും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെ സെല്ലുകളും ബയോളജിയുടെ മൈക്രോ ബയോളജിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരേ പാറ്റേൺ ആണ്. പക്ഷെ അതിന് ഒരു ബോധമുണ്ട്. കണ്ണിലിരിക്കുമ്പോൾ കാണാനുള്ള ബോധം. ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുംഷി പശ്യതി എന്നാണ്. എൻ്റെ കണ്ണിലിരിക്കുന്ന കണ്ണിന് ആ സെല്ലിന് കാഴ്ചയില്ലെങ്കിലും അത് അവിടെ ആയതുകൊണ്ട് സെല്ലിൻ്റെ ഒരു ഗുണം കാണിക്കുന്നു എന്നാണ്. ഏതുപോലെ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയുന്നത് എനിക്ക് ഉത്തരം അറിയാമെന്നുള്ളൊരു ബോധം എന്നിലുള്ളതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന് അത് അറിയാമെന്നുള്ളൊരു ബോധം എന്നിലുള്ളതുകൊണ്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ബ്രദേഴ്സിൻ്റെ ബ്രദറാവുന്നതും സിസ്റ്റേഴ്സിൻ്റെ ബ്രദറാവുന്നതും ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് അച്ഛനാവുന്നതും ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ വ്യത്യസ്തമായ റോളുകൾ നമ്മൾ എടുക്കുന്നത് പോലെ നമ്മുടെ സെല്ലുകൾ ഓരോ ശരീരത്തിൻ്റെ ഭാഗത്തിരിക്കുമ്പം അതിൻ്റേതായ റോൾ എടുക്കുന്നുണ്ട്. ആ റോള് നമ്മുടെ പാറ്റേണിൽ ഈ ബോധം എന്ന് പറയുന്നൊരു സാധനം, അതാണ് ബോധം. നമ്മൾ ചിലയിടത്ത് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ പറയാൻ ഒരു ബോധമില്ല. നമ്മുടെ സെല്ലുകൾക്കൊരു ബോധമുണ്ട്. ആ ബോധത്തിൻ്റെ പേരാണ് കോൺഷ്യസ്നെസ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഷ്യസ്നെസ് തിരികെ വരണമെങ്കിൽ എൻ്റെ കോൺഷ്യസ്നെസ്സിനെ അതുപോലെ ഞാൻ ബാക്കപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെ വെക്കാൻ സാധിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഈ ശരീരം സൂക്ഷിച്ചു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പോലെയാണ്. തിരിച്ച് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് ഫങ്ഷൻ. ഇത് നമുക്ക് ഈ ഡേറ്റ മാത്രം മാറ്റിയാൽ പോരെ, അല്ലെങ്കിൽ ബ്രെയിൻ മാത്രം മാറ്റിയാൽ പോരെ? ഈ ബ്രെയിനിൽ മാത്രമല്ല നമ്മുടെ ബുദ്ധി ബ്രെയിനിലാണെന്നാണ് നമ്മുടെ ധാരണ. അതെ. പക്ഷെ മനസ്സിൻ്റെതൊരു ബുദ്ധിയുണ്ട്. കാലിൻ്റെ ബുദ്ധിയുണ്ട്. ഓരോ കോശത്തിനും അതിന്റെ ബുദ്ധി. അതാ ഞാൻ പറഞ്ഞു, അതാണ് ബുദ്ധി, ബോധം, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സൂക്ഷിച്ചു വെച്ചേക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേ ഇത് ബാക്കപ്പ് മീഡിയ ആണ്. ഡാമേജ് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ ഡാമേജ് ആവുമെന്നാണ് ഇന്ന് വരെയുള്ള ശാസ്ത്രം. പക്ഷെ അത് ഡാമേജ് ആവാതെ സൂക്ഷിക്കാൻ പറ്റും. വയസ്സാവുമ്പോൾ ഡാമേജ് ആവും. അതെ അതെ. നല്ലോണം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അയാൾക്ക് ഇഷ്ടമുള്ള വീട്ടിലേക്ക് അയാളുടെ കാല് കൊണ്ടുപോയിക്കോളും, തലയല്ല കൊണ്ടുപോകണം. അല്ല, അയാളുടെ വീട്ടിലേക്ക് നല്ല പറഞ്ഞത്, അയാൾക്ക് ഇഷ്ടമുള്ള വീട്ടിലേക്ക് അയാളുടെ കാല് കൊണ്ടുപോകുന്ന പറയുന്നത്. ഞാൻ ഈ ക്രയോണിക്കിന്ന് കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ ദിഗംബരൻ കൂടുവിട്ട് കൂടുമാറി സിനിമയിൽ ഒരു വെള്ളത്തിൽ കിടത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി എങ്ങായിട്ടുള്ള ഒരാളിലേക്ക് മാറുക എന്നുള്ളതാണല്ലോ. ഈ അമരത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം പണ്ട് ഭാരതീയ സങ്കല്പത്തിൽ അമരത്വമുണ്ട്. ഒരാൾക്ക് അമരത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് വയസ്സാവുന്നില്ല. ആ ഒരു കാലം വരും. അപ്പോൾ എനിക്ക് 18 വയസ്സ് എന്ന് പറഞ്ഞാൽ ആ 18 വയസ്സിൽ എന്നെ നിർത്താൻ പറ്റുന്ന, എൻ്റെ സെല്ലുകൾക്കൊന്നും മാറ്റമില്ലാതെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരും. പക്ഷെ ഇപ്പോൾ വയസ്സുള്ള ആൾ എന്ത് ചെയ്യും? ആ രൂപത്തിലെങ്കിലും ഇപ്പം മരിക്കുന്നത് വരെ ഞാൻ പ്രായം കൂടും അല്ലേ? ഒരു കാലം വന്നു എന്ന് വിചാരിക്കാം. ഇതിനെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ. അല്ല ടിബിഎസ്, ഇതിനകത്ത് ഈ നമ്മളിപ്പം മരണമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ജീവിച്ചു കൊതി തീരാത്തൊരവസ്ഥ. ഇപ്പം നമുക്ക് ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും, അത് പാറയായാലും തടിയായാലും മണ്ണായാലും എല്ലാത്തിനും ഏജിങ് ഉണ്ട്. കാലാന്തര മാറ്റം സംഭവിക്കും, ഒന്ന് മറ്റൊന്നായി മാറും. മനസ്സിലായില്ലേ? ഈ മരണം എന്നുള്ളതിന് മോക്ഷം എന്നൊരു നിർവചനം കൂടി ഉണ്ടല്ലോ. അതായത് നമ്മളുടെ ഹിന്ദു മിത്തോളജി പ്രകാരം ഒരാൾ ജനിച്ച് ജീവിച്ചു വളർന്ന് മരിക്കുമ്പോൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക. അതായത് ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള ജീവിതമാണ് മനുഷ്യൻ്റെത് എന്നൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അപ്പം മനുഷ്യൻ്റെ ശരീരം തന്നെ വീണ്ടും സൂക്ഷിച്ച് കൂടുതൽ ദുരിതങ്ങളിലേക്കാണോ ഇതിനെ എത്തിക്കുന്നത്, അതോ എന്താണ് ഇതിൻ്റെ ഒരു അല്ല, ചിലരൊക്കെ പറയില്ലേ, എനിക്ക് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയായിട്ട് ജനിക്കണം, ഈ അമ്മയുടെ മകനായിട്ട് തന്നെ ജനിക്കണം, ഇങ്ങനെ തന്നെ ജീവിക്കണം, കൊതിച്ച് ജീവൻ തീർന്നിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാവാം. ഒരാൾ പെട്ടെന്ന് കാറ്റടിച്ച് പോകുന്നു, എൻ്റെ ഒരു ഓർഗൻ കേടായാൽ ഇന്നത് തിരിച്ചു വെക്കാം. ഷിപ്പ് ഓഫ് ദിസ് എന്ന് പറഞ്ഞൊരു സിനിമയിലില്ലേ, കണ്ണ് തിരിച്ചു വെക്കാം. കണ്ണ് കാണില്ലെങ്കിൽ എനിക്കൊരു എക്യുപ്മെന്റ് വെച്ചിട്ട് അതിനെ കാണിക്കാം. ചെവി കേൾക്കുന്നില്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാം.
ശരീരത്തിൽ കിഡ്നി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഹോൾ ശരീരം ചെയ്തുകൂടാ? അല്ല, ഇത് അതൊക്കെ ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ ചോദിച്ച ഒരു കാര്യം. ഇതിനകത്തൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഞാൻ ഈ ചോദിച്ച തലത്തിൽ, ജീവിതം, ജനനം, മരണം, മോക്ഷം, നമ്മൾ പക്ഷെ അത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം, ഓരോ ജീവിക്കും ആയുസ് വ്യത്യസ്തമാണ്. മനുഷ്യന് നമ്മൾ പറയുന്നത് ഇപ്പം 120 years ആണെങ്കിലും 120 years നമ്മൾ എത്തുന്നില്ലല്ലോ. 60 വർഷത്തിൽ 69 വർഷം ഓരോ രാജ്യത്തിലെയും പ്രകൃതി അനുസരിച്ചിട്ട് അവരുടെ ആയുസിന്റെ ദൈർഘ്യം കുറവാണ്. അതിനേക്കാളും ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ജീവികളുണ്ട്. പട്ടിയുടെ ആയുസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 20 വർഷമായിരിക്കും. 12 മുതൽ ക്രൊക്കഡൈലിൻ്റെതോ 300 വർഷമാണ്. ആമ, അണലി, ഓരോ ജീവിക്കും അതും വ്യത്യസ്തമായ അവസ്ഥയിൽ. ഇപ്പം നമ്മളൊരു ആശാരി ഒരു മരം, 2 മരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടൊരു കഥ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് പെട്ടുപോയിട്ടുള്ള ഒരു ക്രോക്രോച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. എപ്പോഴെങ്കിലും അത് തുറക്കുമ്പോൾ അവിടെ നിന്ന് ചാടി പോറിയോ? അതിനകത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റും. അവൻ എന്ത് കഴിക്കുമോ? അതിന് ഉത്തരം ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒന്നുമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഒരു തവള 6 മാസമൊക്കെ മണ്ടൂകം എന്നാണ് പറയുന്നത്. കൂപമണ്ടൂകമാണ്. ഭൂമിയുടെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് നമ്മൾ എവിടുന്ന ഇത് വരുന്നത് അറിയില്ല. ഒരു കാറ്റും മഴയും വരുമ്പോൾ ചടയുന്നുണ്ട് പുറത്തേക്ക് വരുന്നു. പല ജീവികൾക്കും പല കഴിവുകളാണ്. ആ കഴിവുകൾ മനുഷ്യനുണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ, എൻ്റെ ഈ 60 വയസ്സ് എന്നുള്ളത് എനിക്ക് 300 വയസ്സാക്കി തരാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചുകൂടാ? അല്ല, ഈ 300 വർഷം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ജനറേഷൻ ഗ്യാപ്പിന്റെ വിഷയങ്ങളോടുണ്ട്. അല്ല, ഇത് ശരിക്കും ഈ മരണം ഒരു രോഗമായി മാറുക എന്ന് പറയണേ. അപ്പൊ അതൊന്നും ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറാം. അല്ല, ഇതിനകത്തൊരു ചെറിയ പ്രശ്നം സതീശൻ. ഞാനൊരു കാര്യം പറയാം. അല്ല, ആർക്കായി പ്രശ്നം? ഞാൻ എൻ്റെ വയസ്സിൽ 40 വയസ്സിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇപ്പോൾ 15 വയസ്സുള്ള വ്യക്തികളുമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെക്കുക. 20 വയസ്സുള്ള ആളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ജനിക്കുന്ന 5-8 വർഷം പ്രായമുള്ള കുട്ടികൾ, അവരാണ് ഇവിടുത്തെ പ്രൊഡക്റ്റീവ് ക്രൗഡ്, നാളത്തെ പ്രൊഡക്റ്റീവ് ക്രൗഡ്. എനിക്ക് അവരുമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഒരു 100-150 വർഷത്തെ ലാംഗ്വേജ് മാറുന്നു, ബോഡി ലാംഗ്വേജ് മാറുന്നു, എക്സ്പ്രഷൻസ് മാറുന്നു, ഇമോഷൻസ് പോലും മാറുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ 80 വയസ്സിലോ 90 വയസ്സിലോ ഒരാൾ മരിക്കാൻ പോയി അയാൾ പുനർജനിക്കുന്നു എന്ന് വയ്ക്കുന്നു. ഒരുപക്ഷെ അയാൾ ഈ അൺഫിറ്റ് ആവും എന്നുള്ളതാണ് ചോദ്യം സമൂഹത്തിൽ. മെന്റലി ഫിസിക്കലി അൺഫിറ്റ് ആവാം, അതല്ലല്ലോ ചോദ്യം. അയാളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും മാറ്റാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോ പറിച്ചു നടപ്പെട്ടൊരു വ്യക്തി, സാധാരണ ഗ്രാമത്തിൽ നിന്ന് പറിച്ചു നടപ്പെട്ടിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ പോയിട്ട് താമസിക്കുന്ന ഒരാള്, ഹി ഗെറ്റ് അക്ലമറ്റൈസ്ഡ്, ഹി ചേഞ്ചസ് ഹി സ്റ്റൈൽ. എത്രയോ വയസ്സന്മാരിപ്പം വളരെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്നു. പക്ഷെ ഒരു വലിയ ഭൂരിഭാഗം ഇവിടുന്ന് അമേരിക്കയിലേക്ക്, അല്ല, ഈ ഭൂരിഭാഗത്തിന്റെ കഥയല്ല നമ്മൾ പറയുന്നത്. വളരെ സെലക്റ്റീവായിട്ട് അതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്കൊരു 2 കോടി രൂപ മുടക്കാൻ പറ്റുന്ന ആൾക്കാർ, അതിന്റെ ടെക്നോളജിയും അതിന്റെ പോസിബിലിറ്റിയും അത്തരം റിസർച്ചും ലോകത്തിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു കാര്യം പറയുന്നതാണ്. ഇത് പ്രാക്ടിക്കൽ ആണോ? അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഇത് പ്രാക്ടിക്കൽ. ഇപ്പൊ ഞാനൊരു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഇൻവെന്റഡ് ടു സേവ് ഹ്യൂമൻ ടൈം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് മൊബൈലുകളും കമ്പ്യൂട്ടറുകളും കണ്ടെത്തിയത് മനുഷ്യന്റെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശ്രമകരമല്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രമകരമുള്ള കാര്യങ്ങൾ ശ്രമകരമല്ലാതെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ? റിമോട്ടും അങ്ങനെയാണ്. നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം കൊല്ലുന്ന സാധനം അതാണ്. അല്ല, കൊല്ലുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനുപയോഗിക്കുന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലോകത്തിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മണിയുടെ ട്രാൻസാക്ഷൻസ്, ലോകത്തിലെ എല്ലാ സംഭവങ്ങളും, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ. അല്ല, അതൊരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ചെറിയ കമ്മ്യൂണിറ്റിയാണ് അത് വേണ്ടത്. നമ്മളൊരു എക്യുപ്മെന്റ് ഉണ്ടാക്കുമ്പോൾ, ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ബോംബ് കൊടുക്കാനല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ കത്തി ഉണ്ടാവുമ്പോൾ അത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ എൻ്റെ ശരീരം ഇതുപോലെ റീക്രിയേറ്റ് ചെയ്ത് എൻ്റെ ജന്മം ഇതുപോലെ തിരിച്ചു കിട്ടിയാൽ അത് ഉപയുക്തമാക്കാൻ പറ്റും എന്നുള്ളൊരു ബോധം വരുമ്പോഴല്ലേ എനിക്ക് ഗുണം ഉണ്ടാവുക. അങ്ങനെയുള്ളവരല്ലേ ലോകം സപ്പോർട്ട് ചെയ്യണ്ടു. അതിന് കാശ് കൊടുക്കാൻ പറ്റുന്നവനല്ലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ പറ്റുമോ? ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് കുറച്ചു കാലം കൂടി ജീവിച്ചാൽ ലോകം പച്ചവെള്ളാക്കുന്ന പറയുന്ന പോലെ, അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന പറഞ്ഞുകൊണ്ട് ഇപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ചൈനയിലെ പ്രസിഡന്റ് കുറച്ചു കാലം ഭരിച്ചു, അയാൾക്ക് മതിയായിട്ടില്ല ഭരിച്ചിട്ട് എന്ത് ചെയ്യും? അയാളുടെ ജന്മം കുറച്ചു കാലം കൂടി നീട്ടിക്കൊടുത്ത് അയാൾ ഭരിക്കുകയാണ്. അവിടുത്തെ നിങ്ങൾ യൂത്തുമായിട്ട് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അയാൾക്ക് ഇടപെടാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഇവിടുന്ന് വേറൊരു കാര്യം ചോദിച്ചു. നമ്മളുടെ ഇപ്പോൾ യോഗികളായിട്ടുള്ള, ഇപ്പം അഘോരികളായിട്ടുള്ള ആൾക്കാർ, ഇവരിൽ പല ആൾക്കാരും 300 വർഷവും 400 വർഷവും ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഇപ്പം TPS തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു, ക്രൊക്കോഡൈലിൻ്റേത്, പിന്നെ ആമയുടേത്, അണലിയുടെയൊക്കെ ജീവിതത്തിൻ്റെ ആയുസ് കൂട്ടിക്കിട്ടുന്നതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ശ്വാസത്തിൻ്റെ, ഒരാളിപ്പം ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആൾ ജനിച്ചു മരിക്കുന്നതിനകത്ത് അയാൾക്ക് ഇത്ര ശ്വാസം എടുത്തു വിടാനുള്ള ഒരു ഡ്യൂറേഷനാണ് കൊടുക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സുണ്ട്. അപ്പോൾ ഇപ്പം മുയൽ
ഇങ്ങനെ ശ്വസിക്കുന്നതാണ്. നേരെ മറിച്ച് 1 മിനിറ്റിൽ 1 തവണയെ ഒരു ആമ ശ്വസിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്വസനത്തിൻ്റെ ഡ്യൂറേഷൻ കൂടും തോറും നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം കൂടും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അഘോരികളായ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്പിരിച്വലി അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ 100, 300, 200 വർഷം ജീവിക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ കാണുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലിയ, ഇവർക്ക് മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഭാഷ പരിചയപ്പെടണം പറ്റണമെന്നില്ല, ഒരു രീതിയിൽ ഇവർക്ക് ഒരു സമൂഹമായി സിങ്ക് ആവാൻ പറ്റണമെന്നില്ല. ഇതേ പ്രശ്നം അവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ഒന്ന് ടെക്നോളജിയാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. വെദർ അങ്ങനെ ഒരു മനുഷ്യജീവൻ ഉണ്ടായാൽ അവർ ഇപ്പൊ പറയുന്ന ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സോഷ്യൽ ബീയിങ്ങിന്റെ സ്ട്രക്ചറിൽ ഇനി ഇപ്പൊ മരിച്ചിട്ടൊരു 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതേ പ്രകൃതിയിലല്ലല്ലോ അയാൾ, പുതിയൊരു ലോകമല്ലേ. 50 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 2 ജനറേഷൻ മാറി. അവര് റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ പരിചയമില്ലാത്ത എൻ്റെ മക്കളുടെ മക്കളായിരിക്കും. ഇപ്പൊ അവർ ചെയ്യുന്നത് അവരുടെ സ്വത്തുകളൊക്കെ അവരുടെ പേരിൽ. ഇപ്പൊ നമ്മുടെ മരണം ബില്ലുണ്ടല്ലോ, 7 വർഷം ഒരാൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അയാളുടെ സ്വത്ത് വേണമെങ്കിൽ പിന്നെ ഗവൺമെന്റിന് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിന് പോവാം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവരുടെ ഒക്യുപ്പേഷൻ ഈസ് ദ റൈറ്റ് എന്ന് പറയാറുണ്ട്. ആരുടെ കയ്യിലാണോ അയാൾക്ക് അത് കയ്യിൽ വെക്കാം. അതല്ലെങ്കിൽ അവരുടെ അടുത്ത ജനറേഷൻസിലേക്ക് ലീഗലി ആരാണോ അതിന് യോഗ്യതയുള്ളത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് അവർക്ക് അതേ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് അവരുടെ വില്ല് ഒസ്യത്ത് എഴുതുന്നത് അവരുടെ പേരിൽ തന്നെയാണ്. അപ്പൊ ആരും നോക്കും ഈ അത് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെതായിട്ട് ബാക്കിയിരിപ്പുണ്ടാവും. അത് നോക്കാനുള്ള കമ്പനികളാണ്, അതിനുള്ള കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ഈ ക്രയോണിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണോ? അല്ല, ക്രയോണിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അത് പല കമ്പനികളും നടത്തുന്നുണ്ട്. ശരി ശരി. അമേരിക്കയിൽ വ്യത്യസ്തമായ കമ്പനികൾ, വ്യത്യസ്തമായ ഓർഗനൈസേഷൻസ്, വ്യത്യസ്തമായ പിന്നെ ഏജൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് വിവരവും ഒക്കെ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അത് ഗവൺമെന്റിൽ ലീഗലായിട്ട് കൊടുക്കുക. ഇയാൾ മരിച്ചാലും ഇയാളുടെ സ്വത്ത് എവിടെയും പോകരുത്. ഇയാളുടെ ബെഡ് അവിടെ തന്നെ വേണം, അയാളുടെ പേന അവിടെ തന്നെ വേണം, അയാളുടെ ലാപ്ടോപ്പ് അവിടെ തന്നെ വേണം, സെൽഫോൺ അവിടെ തന്നെ വേണം. ഞാൻ തിരിച്ചു വന്ന് 50 കൊല്ലം കഴിയുമ്പോൾ ഐ വിൽ കം ബാക്ക് ആൻഡ് യൂസ് ഇറ്റ്. ഇത് ഏറ്റെടുക്കുന്ന ഒരു ഏജൻസിക്ക് ഞാൻ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ എല്ലാ ജംഗമ വസ്തുക്കളും, സ്ഥാപന ജംഗമ വസ്തുക്കളും എൻ്റെ പേരിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുവരെ സൂക്ഷിക്കാനുള്ള കോൺട്രാക്ട് ഒരാൾക്ക് കൊടുത്തിട്ട് മരിക്കുന്നു. കുറേ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇത് അമേരിക്കയിൽ ഇപ്പോൾ ലീഗലൈസ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ലീഗലൈസ് ചെയ്തിട്ട് 500 പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാശ് മുടക്കിയിരിക്കുന്നു, 1000 പേര് അതിന് ക്യൂവിൽ കിടക്കുന്നു. അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഇന്ത്യയിലില്ല. അപ്പൊ കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് പറഞ്ഞത്. ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഇത് പെർമിറ്റ് ചെയ്താൽ ഇവിടെയും ആൾക്കാർ രജിസ്റ്റർ ചെയ്യും. ചിലപ്പോൾ തട്ടിപ്പ് പ്രസ്ഥാനമാവും, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് എൻ്റെ മക്കൾക്ക് വേണോ, ഞാൻ ജീവിച്ച് തിരിച്ചു വരുന്ന അവർക്ക് ഇഷ്ടമാണോ ഇല്ലയോ, ഇത് ആ ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. എന്നെ കൊണ്ട് സഹിച്ചവർക്ക് ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുന്നതേ ചിലപ്പം ബാക്കിയുള്ളവർ ഉപദ്രവിച്ച് മതിയായിട്ടില്ല എന്ന് പറഞ്ഞ് വരാനോ. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കാര്യം ടെക്നോളജി, ഈ ബിസിനസ്സിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് 50 വർഷം കൊണ്ട് വന്നില്ലെങ്കിലും ചോദിക്കാൻ ആളില്ല. ക്രയോ ഫ്രീസിങ് എന്നാണ്. ക്രയോ ഫ്രീസിങ്. അതില് ബുദ്ധി മാത്രം സൂക്ഷിച്ചു വെക്കണോ? അത് വെക്കാം. നാളെ എനിക്ക് വേറൊരു ശരീരത്തിലേക്ക് ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് വിചാരിക്കും, ഞാനാവണമെന്നില്ല, വേറൊരു ശരീരം കിട്ടി. അതിനകത്തേക്ക് എൻ്റെ ബുദ്ധി മാത്രം വേണം, എൻ്റെ വിസ്ഡം മാത്രം വേണം, എൻ്റെ മനസ്സ് മാത്രം വേണം. പോസിബിളാണ്. ഇപ്പം നമ്മൾ ഈ പിന്നെ സിനിമ കണ്ടില്ലേ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ തന്നെ അതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് രജനീകാന്തിന്റെ സിനിമ എന്തിരനില് ഒരു മനുഷ്യന്റെ അതേ രൂപത്തിലല്ലേ തിരിച്ചു വരുന്നത്. AI വെച്ചിട്ട് റോബോട്ട്സ് ഇപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സർവന്റ് റോബോട്ട്സിന് ഉണ്ടാക്കാൻ പോകുന്നു. യു ക്യാൻ ബൈ, വീട്ടിലെല്ലാ സംഭവം അയാൾ ചെയ്യും. നാളെ കാമുകനെ വേണം, കാമുകിയെ വേണം, റോബോട്ട്സ് ആയിരിക്കും. ഇതെങ്ങനെ അറിയാം നമ്മള്? അങ്ങനെ മനുഷ്യന് ഇതിൽ അത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് അതില് നമ്മൾ വളരെ ആർട്ടിഫിഷ്യലായിട്ട് കാണുന്ന ഒരു ജീവിക്ക് പകരം ഈ അതേ മനുഷ്യന് അത്തരം എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തില് എൻ്റെ ബ്രെയിനിൽ ഒരു ഇംപ്ലാന്റ് കൊടുക്കുകയും എൻ്റെ മനസ്സിലൊരു ഇംപ്ലാന്റ് കൊടുക്കുകയും എൻ്റെ കോൺഷ്യസ്നെസ്സിലും എൻ്റെ സെല്ലിനും അതിൻ്റെ ഒരു പവർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നാര് കണ്ടു? ഇനി വേറൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ എൻ്റെ DNA ഉണ്ടെങ്കിൽ എന്നെ ഇതേപോലെ സൃഷ്ടിച്ച് എൻ്റെ കോൺഷ്യസ്നെസ്സിനെ ഇതേപോലെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു DNA ട്രാൻസ്ഫർമേഷനിലൂടെ എൻ്റെ സ്വഭാവത്തിലേക്ക് കയറാനും എൻ്റെ ചില ഗുണങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാനും, ഞാൻ പറഞ്ഞല്ലോ ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതിഹി എന്നുള്ളൊരു ഗുണം, എൻ്റെ കണ്ണിന് ഇത് ഈ ഒരു ശക്തി കൊടുക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്നത് പോലെ എൻ്റെ എല്ലാ സെല്ലുകൾക്കും ഇങ്ങനെ സാധിക്കുമെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്.
എന്തായാലും ഇത് പ്രാബല്യത്തിൽ വരുന്നത് വലിയൊരു അത്ഭുതമായി തന്നെ കാണുന്നു. അല്ല, നമ്മൾ കാണാനൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം ഞാനും രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്ക് കാണാമല്ലോ. ഈ ഭഗവാൻ കൃഷ്ണൻ ഇത്രയും നാള് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ശ്ലോകം, നീ രജിസ്റ്റർ ചെയ്താലേ എന്നെ സൈക്കിട്ട് വരത്തുള്ളൂ. ഏറ്റവും രസകരമായിട്ടുള്ള ശ്ലോകം എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ള ഭഗവത്ഗീതയില്, അന്ധകാലേച്ച മനസ്സെ സ്മരേൻ, താൻ അവസാന കാലത്ത് തന്നെ വിചാരിച്ചാൽ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം, ഭഗവാനിലേക്ക് ലയം പ്രാപിച്ചോളാം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അറിയോ? എപ്പോഴാണ് തന്റെ അവസാനത്തെ കാലം തനിക്ക് വല്ലതും രൂപമുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് സമയവും എന്നെ വിചാരിച്ചോളൂ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ബുദ്ധിയാണ് കൃഷ്ണൻ ഉപയോഗിച്ചത്. ഇത് അതുപോലെയാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നതിന് പകരം എപ്പോഴാ മരിക്കുക എന്നറിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇൻഷുറൻസ് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ക്രയോണിക്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചാവുമ്പോൾ അതുപോലെ എടുത്തിട്ട് ഡെഡ് ബോഡി അതുപോലെ സൂക്ഷിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് അതുപോലെ ഒരു ജന്മം നമ്മൾ കൊണ്ടുവരുന്നു. ഇത് രസകരമായ ഒരു കൺസെപ്റ്റാണെന്ന് ആലോചിച്ചു. അതെ അല്ലെ? അമരത്വം എന്ന് പറയുന്നത് സങ്കല്പം മാത്രമായിരുന്ന ഭാരതം അമേരിക്ക ഇപ്പൊ അത് ഇംപ്ലിമെന്റേഷൻ ആക്കിയിട്ട് ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നു. അത്ര ആലോചിച്ചാൽ മതി. ഇംപ്ലിമെന്റേഷൻ ആവുമല്ലോ എന്ന് പിന്നെ പറയാൻ പറ്റില്ല. എന്തായാലും ക്രയോണിക്സ് അല്ലേ, കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി തോന്നുന്നുണ്ട്. എന്തായാലും പ്രാബല്യത്തിൽ വരുമെന്ന് വിശ്വസിക്കാം. ജീവിതം കൗതുകപൂർണമാകുന്നു. അത്തരം ജീവിതമല്ല, മരണവും കൗതുകപൂർണമാകുന്നു. അല്ല, ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം ക്രയോണിക്സിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യണം. പറ്റുമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ നമ്പർ എന്തായാലും അമരത്വത്തിലേക്കുള്ള വഴി. എന്തായാലും താങ്ക് യു TPS. ഇന്ത്യയിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് വരട്ടെ. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ AVT പ്രീമിയം ടീ.